ഓക്കെ, ഇന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച അതേ പെർസെൻറ്റേജ് ടേബിളിൽ നമ്മൾ തുടങ്ങുവാണ്. കാരണം വേറെ ഒന്നും അല്ലാതെ വെച്ച് നോക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോർഷനാണ്. അപ്പോൾ ഈ പെർസെൻറ്റേജ് ടേബിൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ പെർസെൻറ്റേജ് ടേബിളിൽ നിന്ന് ഒന്നുകൂടെ തുടങ്ങുവാണ്. പെർസെൻറ്റേജ് ടേബിൾ അല്ലെങ്കിൽ ഡെസിമലിൻ്റെ ടേബിൾ രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ടേബിളിൽ നമ്മൾ ഒന്നുകൂടെ തുടങ്ങുവാണ്. അപ്പം 1/1 എന്ന് പറയുന്നത് നമുക്ക് 1 എന്ന് തന്നെ മനസ്സിലായി. അതിന്റെ പെർസെൻറ്റേജ് ആണ് 100. 1/1 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 1 എന്ന് തന്നെയാണ്. 1 ഏത് നമ്പർ ഒരു നമ്പർ ഡിവൈഡ് ബൈ ആ നമ്പർ ഏത് നമ്പർ വന്നാലും ആ സെയിം ഫ്രാക്ഷൻ നമുക്ക് കിട്ടുന്ന ആൻസർ 1 തന്നെയായിരിക്കും. അടുത്ത കേസ് 1/2 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെസിമലിന്റെ വാല്യൂ അല്ലെങ്കിൽ ഫ്രാക്ഷന്റെ വാല്യൂ 0.5 ആണ്. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 50% ആണ്. പെർസെൻറ്റേജ് നമ്മൾ വരുന്നുള്ളൂ, എന്നാലും ഈ കൂടെ അങ്ങ് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. അടുത്ത 2/2 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ 50 ആണ്. 2/2 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യമാണ് ഒന്നുകൂടെ പറയുന്നുള്ളൂ. അടുത്ത കേസ് 1/3 എന്ന് പറഞ്ഞാൽ 1/3 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിൽ പറയുവാണെങ്കിൽ 33.33 എന്ന് പറയും. അതേസമയം ഫ്രാക്ഷന്റെ ഡെസിമൽ വാല്യൂ പറയുവാണെങ്കിൽ 0.333 എന്ന് പറയും. അടുത്ത 2/3 എന്ന് പറയുമ്പോൾ ഇതിലൊരെണ്ണം പഠിച്ചാൽ മതി നിങ്ങൾ. ഞാൻ ഇപ്പോൾ ഡെസിമൽ വാല്യൂ പറഞ്ഞു പോവാണ്. 0.666 എക്സെട്രാ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 1/3 എന്ന് പറഞ്ഞാൽ 0.33, 2/3 എന്ന് പറഞ്ഞാൽ 0.66, 3/3 എന്ന് പറയുമ്പോൾ 100% അല്ലേ 1. ഓക്കെ അല്ലേ? അടുത്തത് 1/4. ഡിനോമിനേറ്റേഴ്സ് 4 ആയിട്ട് വരുന്നതിന്റെ എല്ലാം 25, 50, 75, 100 അങ്ങനെ ഓർത്തിരുന്നാൽ മതി. 1/4 എന്ന് പറയുമ്പോൾ 0.25, 2/4 എന്ന് പറയുമ്പോൾ 0.50, 3/4 എന്ന് പറയുമ്പോൾ 0.75 ആൻഡ് 4/4 എന്ന് പറയുമ്പോൾ 1 അല്ലെങ്കിൽ 100%. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് 5ന്റെ കേസ്. ഡിനോമിനേറ്റേഴ്സ് 5 വരുന്ന കേസ് ഞാൻ പറഞ്ഞു 24680. 24680 അല്ലെങ്കിൽ 20, 40, 60, 80, 100 ആ രീതി പോകും. അപ്പോൾ 1/5ന്റെ ഫ്രാക്ഷൻ വാല്യൂ 0.2, 2/5ന്റെ ഫ്രാക്ഷൻ വാല്യൂ 0.4, 3/5ന്റെ ഫ്രാക്ഷൻ വാല്യൂ 0.6, 4/5ന്റെ ഫ്രാക്ഷൻ വാല്യൂ 0.8 ആൻഡ് 5/5ന്റെ ഫ്രാക്ഷൻ വാല്യൂ 1 അല്ലെങ്കിൽ പെർസെൻറ്റേജിൽ പറയുവാണെങ്കിൽ 100. ഓക്കെ അല്ലേ? കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യമാണ്, അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നില്ല. ഓക്കെ, അടുത്ത കേസ് 6ന്റെ ടേബിൾ ആണ്. 6ന്റെ ടേബിൾ രണ്ട് വാല്യൂസ് പഠിക്കണം. 1/6 എന്ന് പറഞ്ഞാൽ 16.66 അല്ലെങ്കിൽ 0.1666 അങ്ങനെ പോകും. അടുത്തത് 2/6 എന്ന് പറയുമ്പോൾ 33.33 നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച വാല്യൂ തന്നെയാണ്, അല്ലെങ്കിൽ 0.333 എന്ന് പറഞ്ഞു പോകും. 3/6 എന്ന് പറയുമ്പോൾ 50% അല്ലെങ്കിൽ 0.5. 4/6 എന്ന് പറയുമ്പോൾ 66.666% അല്ലെങ്കിൽ 0.666 ഫ്രാക്ഷൻ വാല്യൂ. അടുത്ത 5/6 എന്ന് പറയുമ്പോൾ 83.333% അല്ലെങ്കിൽ 0.8333. ഇതിലേതെങ്കിലും ഓർമ്മ. 6/6 എന്ന് പറയുമ്പോൾ 100% അല്ലെങ്കിൽ 1. ഓക്കെ അല്ലേ? അടുത്തത് ഇത് പഠിക്കാത്തവർ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, ഞാൻ ഒന്നുകൂടെ പറയാം. 7ന്റെ കേസ് വരുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് പോകുന്നത്. അതിന്റെ ആ ഒരു റിപ്പറ്റേഷന്റെ പാറ്റേൺ ആണ്, സൈക്കിളാണ് ഞാൻ പറയാൻ പോകുന്നത്. 14, 28, 57. 14, 28, 57. 14, 28, 57. 1/7 എന്ന് പറയുമ്പോൾ ആദ്യത്തെ 14 1 നമ്മൾ എടുക്കുന്നു. 14.2857. 14.2857. 1/7ന്റെ വാല്യൂ 14.2857. ഈ സൈക്കിൾ ഓർത്തിരുന്നാൽ മതി. ഫസ്റ്റ് സൈക്കിളിലെ ഫസ്റ്റ് പാർട്ട് വരും 14.272857. 14.2857 ഫ്രാക്ഷൻ ആക്കി പറയുവാണെങ്കിൽ 0.142857. 142857 ആ ഒരു പാറ്റേൺ ഓർത്തിരിക്കുക. 142857. അടുത്ത 2/7 എന്ന് വരുമ്പോൾ നമ്മൾ 2-വിലാണ് ആരംഭിക്കുന്നത്. 28.5714. 28.5714. ഈ സൈക്കിൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുവാണ്. 28 കഴിഞ്ഞാൽ 57 വരണം, 57 കഴിഞ്ഞാൽ 14 വരണം. 6 ഡിജിറ്റ് ഉണ്ടെന്ന് ഓർക്കുക. 3/7 വരുമ്പോൾ ഇവിടെ 3യുടെ ടേംസ് ഇല്ല. 3യുടെ ടേംസ് ഇല്ലാത്ത തൊട്ടടുത്ത ടൈം കിടക്കുന്നത് 4ന്റെ ടൈം ആണ്. 3 കഴിഞ്ഞാൽ 4ന്റെ ടൈം ഇവിടെ 4 ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ 4 ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ 2നെയും കൂടെ എടുക്കുവാണ്. അപ്പോൾ 42.8571 അല്ലെങ്കിൽ 42.8714. 14 1 വരും. മനസ്സിലായോ? 3/7 വരുമ്പോൾ. 4/7 വരുമ്പോൾ നമുക്ക് 4ന്റെ ടൈം നമ്മൾ ഓൾറെഡി എടുത്തു പോയി. പിന്നെ വരുന്ന 5ന്റെ ടൈം. 5 കഴിഞ്ഞാൽ പിന്നെ 7 എഴുതുക. 5 7 ഒരുമിച്ച് കിടപ്പുണ്ട്. 5 7 1428. 5/7 വരുമ്പോൾ നമ്മൾ ഓൾറെഡി 5 എടുത്തു കഴിഞ്ഞു. 5 കഴിഞ്ഞാൽ പിന്നെ 6 ഇല്ല. 6 കഴിഞ്ഞാൽ 7 ആണ്. അപ്പോൾ 7 ആദ്യം എടുക്കുന്നു. 7ന്റെ കൂടെ 1 കൂടെ എടുത്തെഴുതുക. 714285.
6/7 വരുമ്പോൾ നമ്മൾ 7 ഓൾറെഡി എടുത്തു, പിന്നെ ഉള്ളത് 8 ആണ്. 7ന്റെ ടൈം ഓൾറെഡി എടുത്തു, പിന്നെ വരുന്ന 8 ആണ്. അപ്പൊ 857142. ഈ സൈക്കിൾ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണേ. 1/7 വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് ആവശ്യമുള്ളവ പഠിക്കണം. അടുത്തത് വരുന്നത് ഡിനോമിനേറ്റേഴ്സ് 8 ആയിട്ട് വരുന്ന നമ്പറാണ്. 8 ആയിട്ട് വരുന്ന നമ്പറിന്റെ ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞായിരുന്നു. 125ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 125 തൊട്ട് 1000 വരെയുള്ള മൾട്ടിപ്പിൾസ് ആണ്. 125, 250, 375, 500, 625, 750, 825, അങ്ങനെ പോവാണ്. 875, 1000. അപ്പൊ നമ്മൾ 1/8ന്റെ വാല്യൂ 12.25 അല്ലെങ്കിൽ പെർസെന്റേജിന്റെ കാര്യമാണ് 12.25. ഡെസിമൽ പറയുകയാണെങ്കിൽ 0.125, 0.125. 2/8 നമുക്കറിയാം 1/4 തന്നെയാണ്. 1/4ന്റെ വാല്യൂ 25 നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പീറ്റ് പഠിക്കുന്നതാണ്. 3/8ന്റെ വാല്യൂ പഠിക്കുക. 3/8 എന്ന് പറയുമ്പോൾ 0.375 അല്ലെങ്കിൽ 37.5. 4/8 എന്ന് പറയുമ്പോൾ 1/2 തന്നെയാണ്. 1/2ന്റെ വാല്യൂ 50 നമുക്കറിയാം. 5/8 625 അല്ലെങ്കിൽ 62.5 അല്ലെങ്കിൽ 0.625. 6/8 എന്ന് പറയുന്നത് 3/4 തന്നെയാണ്. 3/4 എന്ന് പറയുമ്പോൾ 75 ആണ്. 75% അല്ലെങ്കിൽ 0.75. 7/8 എന്ന് പറയുമ്പോൾ 875 അല്ലെങ്കിൽ 87.5. 8/8 എന്ന് പറയുമ്പോൾ 100. ഓക്കെ അല്ലേ? ഓക്കെ. 9ന്റെ കേസ് നമ്മൾ പറഞ്ഞു. 9ന്റെ കേസ് നമ്മൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 9 എന്ന് പറയുമ്പോൾ 11ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. 1/9 എന്ന് പറയുമ്പോൾ 11.111, 2/9 എന്ന് പറയുമ്പോൾ 22.222, 3/9 എന്ന് പറയുമ്പോൾ 33.33. അത് എളുപ്പമല്ലേ? റിവിഷൻ ചെയ്താൽ മതി. ഓക്കെയാണ്. 10 നമുക്കറിയാം 1, 2, 3, 10, 20, 30, 40, 50 അങ്ങനെ പോകും. 11ന്റെ കേസ് വരുമ്പോൾ 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 11ന്റെ കേസ് വരുമ്പോൾ 9ന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ പറഞ്ഞു. 1/11 is equal to 0.9090909. 2/11 18 18 18. 3/11 27 27 27. 27 27 27. 4/11 36 36 36 36. അങ്ങനെ 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ പോർഷനിലേക്ക് പോവാണ്. ഇന്ന് നമ്മൾ ഫ്രാക്ഷന്റെ ആ ഒരു വാല്യൂസിനെ കമ്പയർ ചെയ്യുന്ന ഒരു പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. ആ വാല്യൂസിനെ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് വാല്യൂസ് ഒന്നെങ്കിൽ അറിയണം, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിന് മുന്നേ പറയാത്തൊരു കാര്യമുണ്ട്. വ്യൂൽക്രമം നമ്മൾ ആദ്യത്തെ കേസിൽ പഠിച്ചു ഓർക്കുന്നുണ്ടോ? വ്യൂൽക്രമം എന്ന് വെച്ചാൽ എന്താ? അതിന്റെ ഇംഗ്ലീഷ് നെയിം എന്താണ്? പെട്ടെന്ന് പറഞ്ഞാൽ അറിയാവുന്നവര്. വ്യൂൽക്രമം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്. വ്യൂൽക്രമം ബേസിക് ഓപ്പറേഷനിൽ പറഞ്ഞാണ്. വ്യൂൽക്രമം എന്ന് വെച്ചാൽ എന്താ? അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറയാമോ? ഓക്കെ, വെരി ഗുഡ്. റെസിപ്രോക്കൽ ആണ്. ചിലപ്പോൾ ഇംഗ്ലീഷ് ചിലർക്ക് മനസ്സിലാവുള്ളൂ, ചിലർക്ക് വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പൊ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ നമുക്കറിയാം P/Q ഫോമിൽ വരുന്ന ഫ്രാക്ഷൻസിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചെഴുതിയാൽ മതി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ്. Q/P എന്ന് എഴുതിയാൽ മതി. ഒരു നമ്പറിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചെഴുതിയാൽ മതി. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും. ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലേ. ഒരു ഉദാഹരണം പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5/7ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 7/5 ആണ്. ഈ 5/7ഉം 7/5ഉം ഒരിക്കലും ഈക്വൽ അല്ല. രണ്ട് ഫ്രാക്ഷൻസ്, രണ്ട് വാല്യൂസ് ആണ്. അത് ആദ്യത്തെ കേസിൽ ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷനും, അതായത് 1നേക്കാൾ ചെറുതുമാണ്. ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ 1നേക്കാളും കൂടുതലുമാണ്. അപ്പൊ രണ്ട് വാല്യൂസ് ഒരിക്കലും സെയിം ആകത്തില്ല. മനസ്സിലായോ? ഓക്കെ അല്ലേ? റെസിപ്രോക്കൽ ഞാൻ കഴിഞ്ഞ ദിവസം പറയാത്തൊന്നും ആഡ് ചെയ്യുന്നുള്ളൂ. റെസിപ്രോക്കൽ ഓക്കെ അല്ലേ? ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ ചെയ്യാം. വലുതും ചെറുതും നമ്മളൊന്ന് നോക്കാൻ പോവാണ്. 5/7 ആണോ 7/5 ആണോ വലുത്? 5/7 ആണോ 7/5 ആണോ വലുത്? 5/7 ആണോ 7/5 ആണോ വലുത്? നോക്കിട്ട് പറഞ്ഞേ. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. 7/5 ആണ്. കാരണം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. 5/7ന്റെ വാല്യൂ നമുക്കറിയാം. അത് പോട്ടെ, അത് അറിയുന്നില്ലെങ്കിലും കുഴപ്പമില്ല. 5/7 എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ലെസ് ദാൻ 1 ആണ്. 7/5 എന്ന് പറയുമ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതാണ് ലാർജർ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ വേറെ രണ്ട് കേസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേറൊരു ട്രിക്കും കൂടെ ഞാൻ പറയാം. 5/7ഉം 7/5 നമുക്ക് അറിയാം. അത് രണ്ടാം ബേസ് എന്ന് വിചാരിച്ചോ. ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ന് പറയുമ്പോൾ 5 × 5. 5 × 5 എത്രയാ? 25. 5 × 5 25. 7 × 7 49. നമ്മൾ ഈ ഒരു ഓർഡറിലാണ് ചെയ്യാവുള്ളൂ. ആദ്യം ഇതിന്റെ ന്യൂമറേറ്ററിൽ നിന്ന് ഇതിന്റെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അതിന്റെ വാല്യൂ താഴെ എടുത്തെഴുതുക. തിരിച്ച് ചെയ്യുന്നപ്പോൾ ഇതിന്റെ വാല്യൂ ഇവിടെ എടുത്തെഴുതുക. ഇതിൽ ഏതാണ് വലുത്? 49 അല്ലേ വലുത്?
അപ്പോൾ 49ന്റെ നേരെ കിടക്കുന്ന 7/5 ആയിരിക്കും വലുത്. മനസ്സിലായോ? അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു ഷോർട്ട് ട്രിക്ക് യൂസ് ചെയ്യാം. വേറൊരു ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലാവും. 2 കേസ് എടുക്കാം. 2/3 3/4. ഇതിൽ വലുത് നിങ്ങൾക്ക് മനസ്സിലാവും, പെട്ടെന്ന് തന്നെ കിട്ടും. ഇതിലേതാ വലുത്? 2/3 ആണോ വലുത്, 3/4 ആണോ വലുത്? നമ്മൾ വാല്യൂസ് എല്ലാം പഠിച്ചു വെച്ചേക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇതിലേതാ വലുത്? പറഞ്ഞേ. 2/3 ആണോ വലുത്, 4/3 ആണോ വലുത്? 3/4 ആണോ വലുത്? ഏതാ വലുതാ? പറഞ്ഞേ. 2/3യുടെ വാല്യൂ എത്രയാ? 2/3യുടെ വാല്യൂ അനുസരിച്ച് നമ്മൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 66.66 ആണ് ഇതിന്റെ വാല്യൂ. 3/4ന്റെ വാല്യൂ ഏതാണ്? 0.75 ആണ്. ഇതിലേതാ വലുത്? 0.66 ആണോ 0.75 ആണോ വലുത്? 0.66. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഏതാ വലുത്? ഓക്കെ, സെക്കൻഡ് നോക്കട്ടെ. ഓക്കെ, 0.75 ആണ് വലുത്. അത് നോക്കേണ്ട ആവശ്യമില്ല. 0.6നേക്കാളും വലുത് 0.75 ആണ്. ഇത് 0.6 അല്ലെങ്കിൽ 66 അല്ലെങ്കിൽ 666 അതൊക്കെ നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് എത്ര വാല്യൂ പോയാലും വിലയില്ല. അത് ആദ്യം മനസ്സിലാക്കുക. 0.66666 എന്ന് പറഞ്ഞങ്ങ് പോയാലും 0.75 എന്ന് പറഞ്ഞാലും ഇതിലേതാ വലുത്? 75 ആണ് വലുത്. കാരണം ഇതാണ് ഒന്നിനോട് അടുത്ത് കിടക്കുന്ന വാല്യൂ. അല്ല പെർസെൻറ്റേജിന് കണക്കിൽ ഓർത്തിരുന്നാലും മതി. ഇത് 66%, ഇത് 75%. ഏതാ വലുത്? 75% വലുത്. അല്ല ഞാനിപ്പോൾ പറഞ്ഞ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. 2 × 4. 2 × 4 എത്രയാ? 8. ഇവിടെ എഴുതി. 3 × 3 9. ഇതിലേതാ വലുത്? 3 ആണോ 8 ആണോ വലുത്, 9 ആണോ വലുത്? 9 അല്ലേ വലുതാ? ഈ ഫ്രാക്ഷൻ ആണ് വലുത്. മനസ്സിലായോ? അങ്ങനെയാണ് ഇതൊന്ന് ചെയ്തേ. 5/7 ആണോ 2/3 ആണോ വലുത്? നമുക്ക് 2 മെത്തേഡ്, ഞാനിപ്പോൾ പറഞ്ഞ 2 മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്ന് നമ്മൾ പഠിച്ച ഫ്രാക്ഷന്റെ വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ ഏതാ വലുത്? 5/7 ആണോ 2/3 ആണോ വലുത്? 5/7 ആണോ 2/3 ആണോ വലുത്? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. അതായിരിക്കും എളുപ്പം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 3 × 5 15, 2 × 7 14. ഇത് മനസ്സിലാകാത്തവരൊന്ന് പറയണേ, കാരണം ഉത്തരം പറയുന്നില്ല ആരും. ഒന്നുകൂടെ പറഞ്ഞുതരോ സാറേ? ഒന്നുകൂടെ പറയാം. ഏത് ഫ്രാക്ഷൻ ആണോ വലുതെന്ന് നോക്കണമെങ്കിൽ ഒന്നേൽ അതിന്റെ ഡെസിമൽ വാല്യൂസ് നോക്കണം. ഡെസിമൽ വാല്യൂസ് നോക്കേണ്ടത് നമുക്ക് എളുപ്പം ഇത് അറിയാം. ഇത് പറയാം. ഡെസിമൽ വാല്യൂസ് നോക്കണം ഒന്നെങ്കിൽ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇതിൽ ഏത് ഫ്രാക്ഷൻ ആണ് വലുത്? ക്വസ്റ്റ്യൻ PSC ഇങ്ങനെയല്ല ചോദിക്കുന്നത്. ഒരു 3-4 ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറയും, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറയും. ഒന്നെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ പറയും, അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ പറയും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറയും, അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതാൻ പറയും. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഓപ്ഷൻസ് ഉണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇപ്പം. അതുകൊണ്ടാണ് ഈ പോർഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ഈ കേസിൽ 2/3 ആണ്. അപ്പൊ രണ്ട് ഫ്രാക്ഷൻസ് നമുക്ക് ആദ്യം കമ്പയർ ചെയ്ത് പഠിച്ചിട്ട് മുമ്പോട്ട് പോകാം. അപ്പൊ 2/3 ആണോ വലുത്, 3/4 ആണോ വലുത് നോക്കിയാൽ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം 2 × 4 ചെയ്യുക. 2 × 4 8 ഇവിടെ താഴെ എടുത്ത് എഴുതി. അടുത്ത് 3 × 3 ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 3 9 നമ്മൾ എടുത്ത് എഴുതി. അപ്പൊ ആദ്യത്തെ റിസൾട്ട് നമ്മൾ ഇതിന്റെ താഴെ എടുത്ത് എഴുതണം. അതായിരിക്കും ഇതിന്റെ ഒരു പവർ. ഇതിന്റെ വാല്യൂ നമ്മൾ ഇതിന് താഴെ എടുത്ത് എഴുതി. അപ്പൊ ഇതിൽ ഏതാണോ വലുത് നോക്കുക. ഏതാ വലുതാ? 8 ആണോ വലുത്, 9 ആണോ വലുതാ? 9 ആണ് വലുതാ. അപ്പൊ 9 നേരെ മുകളിൽ കിടക്കുന്ന 3/5 ആയിരിക്കും ലാർജർ ഫ്രാക്ഷൻ, വലിയ തുക, വലിയ ഫ്രാക്ഷൻ. ഇത് സ്മോളർ ഫ്രാക്ഷൻ ആയിരിക്കും. ഇതിന്റെ തുകയുടെ വിലയുടെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഫ്രാക്ഷന്റെ ടേബിൾ നമ്മളിപ്പോൾ പഠിച്ചു. 2 ദിവസം 3 ദിവസമായിട്ട് നമ്മൾ ഫ്രാക്ഷന്റെ ടേബിൾ പഠിക്കുന്നുണ്ട്. ഫ്രാക്ഷന്റെ ടേബിൾ അനുസരിച്ച് 2/3യുടെ വാല്യൂ പെർസെൻറ്റേജ് വേണ്ട, ഡെസിമലി പറഞ്ഞാൽ മതി, 0.666 അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. 3/4ന്റെ വാല്യൂ 4 വരുന്ന കേസ് ഞാൻ പറഞ്ഞു 25, 50, 75 എന്ന് പറഞ്ഞു. 0.75 ആണ്. ഇതിലേതാ വലുത്? 0.66 ആണോ വലുത്, 0.75 ആണോ വലുത്? 0.66. 2 ഡെസിമൽ കമ്പയർ ചെയ്താൽ മതി. 0.66 ആണോ വലുത്, 0.75 ആണ് വലുത്? 0.75 ആണ് വലുത്. ഇതല്ല വലുത്.
666 എന്ന് വെച്ചാൽ അതല്ല വലുത്. പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റിന്റെ സാധനം കിടപ്പുണ്ട്. പോയിന്റ് വരുമ്പോൾ ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് വില കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. മനസ്സിലായോ? അപ്പൊ 0.75 ആണ് വലുത്, അതനുസരിച്ച് 3/4 ആണ് വലുത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ കമ്പയർ ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ 5/7 2/3. 5/7 ആണോ വലുത്, 2/3 ആണോ വലുത്? കമന്റ് ചെയ്യണേ ആൻസറെ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. കമന്റ് ചെയ്യുന്ന ഒരു താമസമല്ലേ ഉള്ളൂ. 5/7 ആണോ വലുത്, 2/3 ആണോ വലുത്? നോക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3 × 5 15, 2 × 4 7 × 2 14. ഇതിൽ ഏതാ വലുത്? 15 ആണ് വലുത്. therefore 5/7 ആയിരിക്കും വലുത്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച വാല്യൂ അനുസരിച്ച് 5/7 വാല്യൂ എത്രയാണ്? 71.42 അല്ലെങ്കിൽ 0.7142714285. പോയിന്റ് അതിന്റെ എത്ര സംഖ്യ ഉണ്ടെങ്കിലും വാല്യൂ ഇല്ല, അത് വേറെ കാര്യം. 2/3 വാല്യൂ എത്രയാണ്? 2/3 6.666 എക്സെട്ര. ഇതിൽ ഏതാണ് വലുത്? 0.714285 ആണോ 0.66 ആണോ വലുത്? ഏതാണ് വലുത്? ഇതാണ് വലുത്. ശരിയല്ലേ? ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. തന്നിട്ടുള്ളവയിൽ വലുത് ഏത്? നിങ്ങളുടെ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് എ ആണോ ബി ആണോ സി ആണോ ഇട്ടാൽ മതി, ഡി ആണോ ഇട്ടാൽ മതി. ABCD ഇതിലേതാന്ന് ഇട്ടാൽ മതി. ഓക്കെ, വെരി ഗുഡ്. ഇതിൽ ഏതാണ് വലുതെന്നാ ചോദിച്ചേക്കുന്നത്? ഏതാണ് വലുത്? ഓക്കെ, ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എളുപ്പമുണ്ട്. കാരണം ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആണ്. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ, അതായത് 4/15 ഉണ്ട്, 7/15 ഉണ്ട്, 11/15 ഉണ്ട്, 13/15 ഉണ്ട്. ഇതിൽ ഏത് ഫ്രാക്ഷൻ ആണ് വലുതെന്ന് നോക്കിയാൽ ഡിനോമിനേറ്റേഴ്സ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. ന്യൂമറേറ്ററിൽ ഏതാ വലുതാ? 13/15 ആണ് എപ്പോഴും വലുത് വരുള്ളൂ. ചെറുതേതാ? 4/15. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കുക, അങ്ങനെയും ബുദ്ധിമുട്ടാണേ ഇങ്ങനെ ഓർക്കുക. സാധാരണ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു വരുന്ന ഒരു മെത്തേഡ് വെച്ചാണേ പോലും ഒരു കേക്കിനെ 15 ഭാഗമാക്കി അതിൽ 4 ഭാഗം എടുത്തു. ഒരു കേക്കിനെ 15 ഭാഗമാക്കി അതിൽ 7 ഭാഗം എടുത്തു. ഒരു കേക്കിനെ 15 പോർഷൻസ് ആക്കിയിട്ട് അതിൽ ഒരു 11 പോർഷൻ എടുത്തു. ഒരു കേക്കിനെ 15 പോർഷൻ ആക്കിയിട്ട് 13 പോർഷൻ ആക്കി എടുത്തു. അതിൽ 13 പോർഷൻ എടുത്തു. ഇതിൽ ഏതാണ് വലുത്? 13 പോർഷൻ ആയിരിക്കില്ല വലുത്. ശരിയല്ലേ? അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം. എങ്ങനെ ഓർത്താലും കുഴപ്പമില്ല, ആൻസർ കിട്ടിയാൽ. അപ്പൊ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററിൽ വലുത് മാത്രം എടുത്താൽ മതി. കിട്ടിയോ? ഓക്കെ, ഇനി നേരെ തിരിച്ച് ഇതിൽ ഏതാണ് വലുത്? തന്നിട്ടുള്ളവയിൽ ഏതാണ് വലുത് എന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഇവിടെ ന്യൂമറേറ്റേഴ്സ് എല്ലാം സെയിം ആണ്. ഇതിൽ ഏതാണ് ഉത്തരം? തന്നിട്ടുള്ളത് വലുത് ഏതാണ്? നോക്കി ഏതാണ് ആൻസർ പറയാൻ പറ്റുമെന്ന് നോക്കിയേ. തന്നിട്ടുള്ളവയിൽ വലുത് ഏതാണ്? വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ചെയ്യാം. ന്യൂമറേറ്റേഴ്സ് എല്ലാം സെയിം ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഇതിന് പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് റൂള്. ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആയിട്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ന്യൂമറേറ്ററിൽ ഏറ്റവും വലിയ വാല്യൂ എടുത്താൽ മതി. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ന്യൂമറേറ്റർ എല്ലാം വലുതാണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഏറ്റവും ചെറുതായിരിക്കും ഏറ്റവും വലിയ വാല്യൂ. അത് മാറിപ്പോകരുത്, ഓർത്തിരിക്കണം. ഇങ്ങനെ വരുന്ന കേസിൽ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള കേസിൽ ന്യൂമറേറ്റർ ഏറ്റവും വലുതായിട്ടുള്ളതായിരിക്കും വലിയ സംഖ്യ. അതേസമയം ന്യൂമറേറ്റേഴ്സ് എല്ലാം ഒരുപോലെ തന്നിട്ട് ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ ഡിനോമിനേറ്ററിൽ ഏറ്റവും ചെറുതായിരിക്കും ഏറ്റവും വലിയ വാല്യൂ. അത് പ്രത്യേകം മാറി പഠിച്ചെടുക്കണം, സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം, അല്ലെ മാറിപ്പോവും. ഓക്കെ അല്ലേ? ഇതിൽ ഏറ്റവും ചെറുത് 2 ആണ്. അപ്പം അല്ലെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ മറ്റേ പോലെ പറയുവാണെങ്കിൽ ഒരു കേക്ക് എടുത്ത് 2 പോർഷനാക്കി അതിൽ ഒരു പോർഷൻ എടുക്കുന്നതാണോ, ഒരു കേക്ക് എടുത്ത് 4 പോർഷനാക്കി അതിൽ ഒരു പോർഷനാക്കി എടുക്കുന്നതാണോ, ഒരു കേക്ക് എടുത്ത് 3 പോർഷനാക്കി അതിൽ ഒരു പോർഷൻ എടുക്കുന്നതാണോ,
ഒരു കേക്ക് എടുത്ത് 5 പോർഷൻ എടുത്ത് അതിലൊരു പീസ് എടുക്കുന്നതാണോ വലുത്? ഇതായിരിക്കില്ല വലുത്. ഒരു കേക്കിന് 2 ഭാഗമാക്കി അതിലൊരു പോർഷൻ എടുക്കുന്നതായിരിക്കില്ല എപ്പോഴും വലുത്. ഓക്കെ അല്ലേ? ഇതാണ് സിമ്പിൾ ട്രിക്ക്. ഓക്കെ അല്ലേ? ഓക്കെ. അല്ലെങ്കിൽ കൺവെൻഷൻ മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ 1/2 വാല്യൂ പറഞ്ഞാൽ പെട്ടെന്ന് 1/2 വാല്യൂ പറഞ്ഞേ പെട്ടെന്ന് 1/2 വാല്യൂ പറഞ്ഞേ പെട്ടെന്ന് ആൻസർ പറയട്ടെ. 1/2 വാല്യൂ 0.50. ശരിയല്ലേ? 1/4 വാല്യൂ എത്രയാണ്? 0.25. 1/3 വാല്യൂ ഏതാണ്? 0.33. വെരി ഗുഡ്. 0.333. 1/5 വാല്യൂ ഏതാടാ? 0.20. ഇതിലേതാണ് ഏറ്റവും വലുത്? ഏറ്റവും വലുത് 0.50 ആണ്. അങ്ങനെയും ഇവിടെ എടുക്കാം. അതിലപ്പോ നമുക്കൊരു പ്രശ്നമുണ്ട്, അറിയാവുന്ന ഫ്രാക്ഷൻസ് വരണം. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കേസാണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള നമ്പർ എടുക്കണം. ഡിനോമിനേറ്റർ ഏറ്റവും വലിയ ഒന്നുകൂടെ പറയാം. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ ന്യൂമറേറ്റർ ഏറ്റവും വലിയ എടുക്കുക. നേരെ തിരിച്ചാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ഓക്കെ അല്ലേ? അടുത്ത കേസ് ഇതും കൂടെ നോക്കിയോ. 8/9 ആണോ 8/10 ആണോ 8/15 ആണോ 8/8 ആണോ വലുത്? നേരെ ഓപ്പോസിറ്റ് ആണ്. ഏറ്റവും ചെറുതായിരിക്കും ഇതിൽ ഏറ്റവും വലുത്. ഡിനോമിനേറ്ററിൽ ഏറ്റവും ചെറുതായിരിക്കും ഏറ്റവും വലുത്. ഇതിന്റെ ആൻസർ പറയാവോ? ആൻസർ പറഞ്ഞേ. ഇതിൽ ഏതാ ഏറ്റവും വലുത്? ഏറ്റവും വലുത് ഏതാണ്? വെരി ഗുഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂമറേറ്റേഴ്സ് എല്ലാം സെയിം ആണെങ്കിൽ ഡിനോമിനേറ്ററിലുള്ള ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും ഏറ്റവും വലിയ സംഖ്യ. പറയുന്നതിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഡിനോമിനേറ്റേഴ്സ് അല്ല, ന്യൂമറേറ്ററിന്റെ കാര്യം നമ്മൾ പറയുന്നത്. ന്യൂമറേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും ഈ ഫ്രാക്ഷൻസിലെ ഏറ്റവും വലിയ വാല്യൂ. ദാറ്റ് മീൻസ് 8/8 ആയിരിക്കും ഇവിടെ ഏറ്റവും വലുത്. കാരണം 9 ഉണ്ട്, 10 ഉണ്ട്, 15 ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? 8 ആണ്. അപ്പൊ 8/8 ആയിരിക്കും ഏറ്റവും വലിയ വാല്യൂ. ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ 8/15 ആയിരിക്കും. ഇത് സ്മോളറും ഇത് ലാർജറും ആയിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ആവശ്യമുള്ളതാണ്, പരീക്ഷയ്ക്ക് വരുന്നതാണ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്തോ. തന്നിട്ടുള്ളവയിൽ വലുത് ഏത്? ഇതിൽ ഏറ്റവും വലുത് ഏത്? ഓപ്ഷൻ ടൈപ്പ് ചെയ്തിട്ടോ, പെടപെട ടൈപ്പ് ചെയ്തിട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പൊ ന്യൂമറേറ്ററിൽ ഏറ്റവും വലിയ വാല്യൂ അങ്ങ് എടുത്താൽ മതി. ഇതായിരിക്കും ആൻസർ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രാക്ഷൻ അനുസരിച്ച് ഇത് 0.7, ഇത് 0.5, ഇത് 0.8, ഇത് 0.9. അതിൽ ഏറ്റവും വലിയ വാല്യൂ 0.9. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് എടുക്കും. ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഏതാണ് എടുക്കും. അടുത്ത കേസ് ഇതിൽ ഏതാണ് ഏറ്റവും വലുത്? ഏറ്റവും വലുത് ഏതാണ്? ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ പറഞ്ഞ മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ 2/5 ഉണ്ട്. പക്ഷെ 2/5 ഞാൻ ഇവിടെ നോക്കിയ ഏറ്റവും വലിയ വാല്യൂ താഴെ 10 ആണ്. അപ്പൊ 2/5 ഞാൻ മുകളിലും താഴെ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2/5 നമുക്ക് എങ്ങനെ എഴുതാം? 4/10 എന്ന് എഴുതിയാലും തെറ്റുണ്ടോ? 2/5 ഇല്ല, തെറ്റില്ല. കാരണം മുകളിലും താഴെ ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് താഴെ 10 ആക്കാൻ വേണ്ടി. അടുത്ത ഏതാണ്? 5/10. അടുത്ത ഏതാണ്? 5/10. അടുത്ത ഏതാണ്? 4/5. 4/5 ഞാൻ ഇതേ പറഞ്ഞ പോലെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഒരേ ഫ്രാക്ഷൻസ് ആക്കാൻ വേണ്ടിയാ. ഇതിന് പറഞ്ഞ പേരാണ് LCM എന്ന് പറയും. 8/10 ആവും. 4/5 8/10 ആവും. അടുത്തത് 9/10. ഇതിലേതാ വലുതാ? ഇങ്ങനെ വരുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെയാണ്, ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. അതനുസരിച്ച് 9/10 ആയിരിക്കും വലുത്. മനസ്സിലായോ? ഈ ഡിനോമിനേറ്റേഴ്സിനെ എല്ലാം സെയിം ആക്കുന്ന ഒരു മെത്തേഡിനെ LC എടുക്കാന്ന് പറയും ചെറിയ ക്ലാസ്സുകളിൽ. ഓക്കെ അല്ലേ? ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 2/5 വാല്യൂ നമുക്ക് 0.4 എന്നറിയാം. 5/10 വാല്യൂ 0.5 എന്നറിയാം. 4/5 വാല്യൂ 0.8 എന്നറിയാം. 9/10 വാല്യൂ 0.9 എന്ന് എഴുതാം. ഇതിലേതെടുത്താൽ മതി? ഏറ്റവും വലുത് ഏതാ? ഇതാണ് ഏറ്റവും വലുത്. ചെറുത് ഇതാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ചെയ്യാൻ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് പോകണം, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിലും ഭേദം ഞാൻ ആ ട്രിക്ക് അങ്ങ് പറഞ്ഞു തരാം, അതായിരിക്കും എളുപ്പം. അപ്പൊ നോക്കിയേ, ആദ്യത്തെ നമ്പർ 20/21, അടുത്ത നമ്പർ 7/8, അടുത്ത നമ്പർ
9/10. ഇതിൽ രണ്ട് ഫ്രാക്ഷൻസിന്റെ വാല്യൂ നമുക്കറിയാം. 7/8ന്റെയും 9/10ന്റെ ഫ്രാക്ഷൻസിന്റെ വാല്യൂ നമുക്കറിയാം. ബാക്കി രണ്ട് നമുക്ക് അത്ര പിടുത്തില്ല. ഇതാണ് 4 ഫ്രാക്ഷൻസ്. ഈ 4 ഫ്രാക്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന് നോക്കിയിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കിയേ. ഈ രണ്ട് ഫ്രാക്ഷൻസ് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. രണ്ട് പ്രത്യേകത പറയാൻ പറ്റുമോ നോക്കിയേ. ഈ ഫ്രാക്ഷൻസിന്റെ പ്രത്യേകത എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ ഫ്രാക്ഷൻസിന്റെ ഈ ഒരു ഡിഫറൻസ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാന്ന് നോക്കിയേ. എല്ലാത്തിന്റെയും എല്ലാ ഫ്രാക്ഷനും 1 ആണ്. എല്ലാ ഫ്രാക്ഷന്റെയും ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. ഇങ്ങനെ ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഡിഫറൻസ് സെയിം ആണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എടുത്ത് എഴുതിയാൽ മതി. ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും വലിയ സംഖ്യ എടുത്ത് എഴുതിയാൽ മതി. ഏറ്റവും വലിയ സംഖ്യ ഏതാ? ഏറ്റവും വലിയ സംഖ്യ ഏതാ? 21/22 ആയിരിക്കും ഇതിലെ ഏറ്റവും വലിയ വാല്യൂ. ഒന്നുകൂടെ പറയാം. ഇങ്ങനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ഡിഫറൻസ് വരുവാണെങ്കിൽ, 4 കേസിൽ ഇതുപോലെ ആയിരിക്കണം. 4 ഓപ്ഷനിലും ഒരേ ഡിഫറൻസ് വരുവാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ വാല്യൂ എടുത്ത് എഴുതിയാൽ മതി. ഇതിൽ ഏറ്റവും വലിയ വാല്യൂ 20/21 ഉണ്ട്, 21/22 ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കമ്പയർ ചെയ്തിട്ട് ഡിനോമിനേറ്റേഴ്സ് കമ്പയർ ചെയ്തോ. 21 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്, 22 ഉണ്ട്. ഏറ്റവും വലുത് ഏതാ? 22 അല്ലേ? പി ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും വലുത്. ഏറ്റവും ചെറുതെന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 7/8 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യനോടെ ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതും അതുപോലെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ പറഞ്ഞ മെത്തേഡ് ചെയ്യും. നമ്മളിപ്പോ കുറെ മെത്തേഡ് പറഞ്ഞു, അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാൻ പറ്റുമോ നോക്കണം. ഓക്കെ. ഇതിന്റെ ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും എല്ലാ കേസിലും 4 ഓപ്ഷൻ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എടുത്ത് എഴുതിയാൽ മതി. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 21/25. ഒന്നുകൂടെ പറയാം. ഇങ്ങനെ വരുന്ന കേസിലെ ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഡിഫറൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഡിഫറൻസ് നമുക്ക് 4 കിട്ടി. എല്ലാ കേസിലും 4 തന്നെയാണ്. ഇങ്ങനെ വരുന്ന കേസിൽ ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണോ എടുത്തെഴുതിയാൽ മതി. ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ന്യൂമറേറ്റർ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ കമ്പയർ ചെയ്യുക. ഞാൻ ഡിനോമിനേറ്റർ കമ്പയർ ചെയ്യണം. 11 ഉണ്ട്, 17 ഉണ്ട്, 7 ഉണ്ട്, 25 ഉണ്ട്. 25 ആണ് ഏറ്റവും വലുത്. അതുകൊണ്ട് 21/25 നമ്മൾ ലാർജർ നമ്പർ ആയിട്ട് എടുത്തു. ഇതിലെ സ്മോളർ നമ്പർ 3/7 ആയിരിക്കും. കിട്ടിയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ളവയിൽ വലുത് ഏതാണ്? തന്നിട്ടുള്ളവയിൽ വലുത് ഏതാണ്? തന്നെ ചെയ്യാനുള്ളേ ഉള്ളൂ. എല്ലാത്തിന്റെയും വാല്യൂസ് നമുക്ക് അറിയാവുന്നതാണ്. കമന്റ് ചെയ്തോ ആൻസർ. ഇതിന്റെ എല്ലാത്തിന്റെയും വാല്യൂസ് നമുക്ക് അറിയാവുന്നതാണ്. ഇത് അങ്ങനെ ചെയ്യാൻ എളുപ്പം. 7/10 എന്ന് പറയുമ്പോൾ 0.7, 4/5 എന്ന് പറയുമ്പോൾ 0.8, 5/8 എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? 5/8. 125ന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ പറഞ്ഞു. 5/8 62, 0.625. 3/4 എത്രയാണ്? 0.75. ഇതിൽ ഏതാ ഏറ്റവും വലുത്? ഏറ്റവും വലുത് ഏതാണ്? 4/5. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 4/5. ഓക്കെ ആണോ പറഞ്ഞത്? ഈ കേസിൽ നമുക്ക് വേറെ വഴിയില്ല, നമ്മുടെ ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യുക. കാരണം നമുക്ക് അവിടെ ഒരു കോമൺ മെത്തേഡോ കോമൺ ഫ്രാക്ഷൻസോ കോമൺ ഡിനോമിനേറ്റേഴ്സോ കോമൺ ന്യൂമറേറ്ററോ ഡിഫറൻസോ ഒന്നും ഈക്വൽ ആയിട്ടല്ല വരുന്നത്. അപ്പോൾ നമ്മൾ കൺവെൻഷൻ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെ അടുത്ത കേസ്. തന്നിട്ടുള്ളവയിൽ വലുത് ഏതാണ്? തന്നിട്ടുള്ളവയിൽ വലുത് ഏതാണ്? ഓക്കെ, വെരി ഗുഡ്. 5/7 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ്? 5/7 71/42, 0.7142. 5 കൂടെ വരും. 4/5 എന്ന് പറയുമ്പോൾ 0.8. 2/3 എന്ന് പറയുമ്പോൾ 0.666.
1/2 എന്ന് പറയുമ്പോൾ 0.5. ഇതിലേതാ വലുത്? തെറ്റിപ്പോയല്ലോ. ഇതിലേതാ വലുത് പറഞ്ഞേ? 5/7 0.71425. 4/5 എന്ന് പറയുമ്പോൾ 0.8. 2/3 എന്ന് പറയുമ്പോൾ 0.666. 1/2 എന്ന് പറയുമ്പോൾ 0.5. ഇതിലേതാ വലുത് പറഞ്ഞേ? ആൻസർ എ ആണോ? ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. 7142 ആണോ? ഇത് 71,420 എടുക്കരുത്. ഇത് ഈ ആദ്യത്തെ ഡെസിമൽ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യാവുള്ളൂ. 7865. ഇതിലേതാ വലുത്? എ ആണോ ബി ആണോ സി ആണോ? ബി ആണ്. ഇതൊരു വലിയ നമ്പർ എന്ന് വെച്ചാൽ, ഉദാഹരണം ഞാൻ പറയാം. ഒരു കേസ് അത് നിങ്ങൾക്ക് സംശയമാണെന്ന് തോന്നുന്നു, അങ്ങനെ പറയാം. ഡെസിമലിന്റെ കേസ് പറയാം. ഒരു ഡെസിമല് 0.5 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 0.50 ആവാം. കാരണം പോയിന്റ് കഴിഞ്ഞ വാല്യൂ 0ക്ക് വിലയില്ല. 0.500 ആവാം, 0.5000 ആകാം, എന്ത് വേണേലും ആകാം. എത്ര പൂജ്യം വേണേലും നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ അതിന്റെ ബേസിക് നേച്ചർ അനുസരിച്ച് 0.5 തന്നെയാണ്. 0.50 എന്ന് പറഞ്ഞാലും 0.500 എന്ന് പറഞ്ഞാലും 0.5000 എന്നെല്ലാം പറഞ്ഞാൽ അതിന്റെ അർത്ഥം അരാന്ന് തന്നെയാണ്. 0.5 എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതേസമയം 0.6 എന്ന് പറയുന്നതും 0.600 എന്ന് പറയുന്നതും 0.6000 എന്ന് പറയുന്നതും 0.60,000 എന്ന് പറയുന്നതും എല്ലാം എന്ത് തന്നെയാണ്? 0.6 തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിക്കുവാണ്, 0.5 ആണോ വലുത്? വേണ്ട, 0.6 ആണോ വലുത്? 0.5000 ആണോ വലുത്? ഏതാ വലുത് പറഞ്ഞേ? 0.6 ആണോ വലുത്? 0.5000 ആണോ വലുത് പറഞ്ഞേ? 0.6 വലുതാവുള്ളൂ. കാരണം 0.6ഉം 0.5000 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 0.5 തന്നെയാണ്. ദാറ്റ് മീൻസ് 0.5 ആണോ വലുത്? 0.6 ആണോ വലുത്? 0.6 ആണ് വലുതാവുള്ളൂ. ഇത് 5000 എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ വായിക്കുന്നത് 0.5000 എന്ന് വായിക്കുള്ളൂ. 0.5000 ആരും വായിക്കത്തില്ല, കൂട്ടി വായിക്കത്തില്ല. ഇതിന്റെ ഓരോ നമ്പർ എടുത്തെടുത്തേ വായിക്കുള്ളൂ. വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 0.6785 ഉണ്ട്, 0.5 ഉണ്ട്, 0.6 ഉണ്ട്, ഒരു സെക്കൻഡ്, 0.68 ഉണ്ട്. ഇതിലേതാ വലുത്? ഒന്ന് കമന്റ് ചെയ്താൽ മതി. ആരും പറയേണ്ട, ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഇതിലേതാ വലുത്? 0.6785 ആണോ? 0.5 ആണോ? 0.6 ആണോ? 0.68 ആണോ വലുത്? ഒന്ന് പറയാവോ? 0.68. വെരി ഗുഡ്. ഒന്നുകൂടെ പറയാം. 0.6785 0.5 എന്ന് പറഞ്ഞാൽ 0.500 5000 എന്ത് വേണേലും ആകാം. 0.5 എന്ന് ഇട്ടാൽ മതി. 0.6 എന്ന് പറഞ്ഞാൽ 0.60 ആവാം, 600 ആവാം, എന്ത് വേണേലും ആകാം. അപ്പൊ ഇതിന്റെ അർത്ഥം ഒരു ഇതിൽ നമുക്കൊരു 0 ഇട്ട് കൊടുത്തേക്കാൻ ചുമ്മാ ഒരു കാണാൻ ഭംഗിക്കും. അപ്പൊ 67 ആണോ വലുത്? 60 ആണോ വലുത്? 50 ആണോ വലുത്? 60 ആണോ വലുത്? 68 ആണോ വലുത്? അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് 50ഉം 60ഉം അല്ലെന്ന് പറയാം. പിന്നെ പോയിട്ട് സംശയമുള്ളത് 0.6785ഉം 0.68ഉം ആണ്. അപ്പൊ നമുക്കറിയാം ഇത് 68നോട് അടുത്ത് വരുന്നതോ ഉള്ളൂ. കാരണം നമുക്ക് വേണമെങ്കിൽ 4 ഡിജിറ്റ് ആണ് പ്രശ്നമെങ്കിൽ 0.6785 ഞാൻ ഇതിനെടുത്ത് എഴുതുവാണ്. 0.68നെ നമുക്കൊരു 4 ഡിജിറ്റ് ആക്കി എഴുതാൻ ഒരു 2 പൂജ്യം കൂടെ കൊടുക്കുകയാണ്. കാരണം എത്ര പൂജ്യം കൊടുത്താലും വാല്യൂസിന് മാറ്റം വരുന്നില്ല. 6785 ആണോ വലുത്? 6800 ആണോ വലുത്? 6800 ആയിരിക്കും വലുത്. ഈ വാല്യൂ ഇതിന്റെ അടുത്തോട്ട് ചെല്ലുന്നതേ ഉള്ളൂ, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ 0.68 ആയിരിക്കും വലുത്. ഇത് വെച്ച് അങ്ങനെയാണെങ്കിൽ ഇത് പറയുവാണെങ്കിൽ 0.71425 ആണോ? 0.8 ആണോ? 0.66 ആണോ? 0.5 ആണോ വലുത്? 0.8 ആണ് എപ്പോഴും വലുതാവുള്ളൂ. നമ്മൾ ആ ഡിജിറ്റിന്റെ എണ്ണമല്ല പോയിന്റ് കഴിഞ്ഞാൽ നോക്കാവുള്ളൂ, ആ ഒരു ഫസ്റ്റ് ഡിജിറ്റാണ് നോക്കാവുള്ളൂ. ഫസ്റ്റ് ഡിജിറ്റിനാണ് പവർ കൂടുതൽ. അപ്പൊ ബി ആയിരിക്കും ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ വേറെ രീതിയിലാണ്. 6/8 അല്ലെങ്കിൽ 8/6 വലിയ ഭിന്നസംഖ്യ ഏത്? അപ്പൊ നമുക്ക് 6/8 അറിയണം, ഇവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസും അറിയണം. 6/8 വലിയ ഭിന്നസംഖ്യ ഏതാണ്? ഒന്ന് നോക്കാവോ നിങ്ങൾ എല്ലാവരും? ഒന്ന് ഇതിലേതാണ് ചെക്ക് ചെയ്ത് നോക്കാവോ? 6/8 വലിയ ഭിന്നസംഖ്യ ഏത്? ചെക്ക് ചെയ്ത് നോക്കാവോ? നമുക്ക് നോക്കാം. 6/8 എന്ന് പറയുമ്പോൾ എത്ര ആൻസർ കിട്ടുന്ന? 6/8
6/8 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 125 മൾട്ടിപ്പിൾസ് ആണ് 8 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൻസർ പറയുമ്പോൾ 6/8 എന്ന് പറയുമ്പോൾ 6/8 എന്ന് പറയുമ്പോൾ 3/4 തന്നെയാണ്. 3/4 എന്ന് പറയുമ്പോൾ 6/8 എന്ന് പറയുമ്പോൾ 3/4 തന്നെയാണ്. 3/4 നമുക്ക് എത്രയാണെന്ന് അറിയാം? 0.75 ആണ് നമുക്കറിയാം അല്ലേ? ആ കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1/2. 1/2 എന്ന് പറയുമ്പോൾ 0.5 ആണ്. 5/6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6ന്റെ കേസ് നമ്മൾ പറഞ്ഞു 86.666 ആണോ? അല്ല, 83.333. 5/6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 83 അല്ലെങ്കിൽ 0.8333. 3/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.6. 5/9 എന്ന് പറയുമ്പോൾ 9ന്റെ കേസ് വരുമ്പോൾ എന്താ ചെയ്യണം? നമ്മൾ പറഞ്ഞു 9ന്റെ കേസ് വരുമ്പോൾ എന്തായിരിക്കും? 11ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും 0.555. ഇതില് 6/8നേക്കാളും വലിയ ഭിന്നസംഖ്യ ഏതാണ്? 6/8 എന്ന് പറയുമ്പോൾ 0.75. 0.75നേക്കാളും വലിയ ഭിന്നസംഖ്യ ഏതാണ്? 5/6 ആയിരിക്കും. 5/6 അല്ലേ? 0.833 ഉള്ളൂ. 0.75നേക്കാളും 0.75നേക്കാളും ചെറുതാണ് 0.5, 0.55, 0.6. 0.75നേക്കാളും വലുത് എന്ത് മാത്രമേ ഉള്ളൂ? 0.833 മാത്രമേ ഉള്ളൂ. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? പറഞ്ഞത് മനസ്സിലായില്ലേ? ഓക്കെ. അടുത്തത് ഇത് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. 1/2, 3/4, 2/5, 7/10 എന്ന സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ 7/10ന്റെ സ്ഥാനം എത്രാമതാണ്? ആരോഹണം, വാക്കോർത്തിരിക്കണം. ആരോഹണം എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ മീൻസ് ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ഇൻക്രീസിങ് ഓർഡർ. ആരോഹണം, അസെൻഡിങ് ഓർഡർ, ഇൻക്രീസിങ് ഓർഡർ, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അടുത്തത് അവരോഹണം. എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. രണ്ട് വാക്കൊന്ന് ഓർത്തിരിക്കണേ. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? എന്നീ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ 7/10ന്റെ സ്ഥാനം എത്ര? അതിന് നമ്മൾ ആദ്യം 1/2ന്റെ വില കാണണം. 1/2ന്റെ വില എത്രയാ നമുക്കറിയാം? 0.5. നിങ്ങൾ തന്നെ ചെയ്തേ. ഇതിന്റെ വിലകൾ കണ്ടുപിടിക്കുക. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. എന്നിട്ട് 7/10ന്റെ സ്ഥാനം കണ്ടുപിടിക്കുക. തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കി. തന്നെ ചെയ്യാനുള്ളൂ. ഉത്തരമേയാണോ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1/2 എന്ന് പറയുമ്പോൾ 0.5. 3/4 എന്ന് പറയുമ്പോൾ നമുക്ക് 0.75 എന്നറിയാം. 2/5 എന്ന് പറയുമ്പോൾ 0.4 എന്നറിയാം. 7/10 എന്ന് പറയുമ്പോൾ 0.7 എന്നറിയാം. ആരോഹണ ക്രമം, അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ആതിരം നോക്കിയേ. ആതിരം, അശ്വതി ഒന്ന്. അശ്വതിക്ക് കേട്ടി. ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? ഏറ്റവും ചെറുത് 0.5 ആണ്. അല്ല, 0.4 ഉണ്ട്. ഏറ്റവും ചെറുത് 0.4 ആണ്. അപ്പൊ ആദ്യം 2/5 വരും. അത് കഴിഞ്ഞ് 0.4 കഴിഞ്ഞ പിന്നെ വരുന്നത് 0.5 ആണ്. അതായത് 1/2 ആണ്. അതിനുശേഷം വരുന്നത് 0.7 ആണ്. ദാറ്റ് മീൻസ് 7/10 ആണ്. അതും കഴിഞ്ഞാണ് 0.75 വരുള്ളൂ. അപ്പോൾ 7/10ന്റെ സ്ഥാനം എത്രയാണ്? 7/10ന്റെ സ്ഥാനം എത്രയാണ് എന്ന് പറഞ്ഞേ. 7/10ന്റെ സ്ഥാനം മൂന്നാമത്തെ സ്ഥാനമായിരിക്കും. കിട്ടിയോ? ഇത് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഈ കേസിൽ നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇത്രയും നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ക്വസ്റ്റ്യനിലേക്ക് വരാൻ വേണ്ടിയാണ്. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ട്. 12/15, 12/21, 12/28, 12/70 എന്നീ ഭിന്നസംഖ്യകളുടെ ആരോഹണ ക്രമം ഏത്?
നമുക്ക് അറിയത്തില്ല അതൊരു പോർഷനാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നെങ്കിൽ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്താൽ മതി. ആ അവരോഹണ ക്രമമാണ്. ദാറ്റ് മീൻസ് ഇത് ആരോഹണ ക്രമമായിരുന്നു, ഇത് അവരോഹണ ക്രമമാണ്. അപ്പൊ ഇത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതേണ്ടത്. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. 12/15 വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയത്തില്ലെങ്കിൽ ഇതിനെ 3 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 × 4 ആണ് 12, 3 × 5 ആണ് 15. ദാറ്റ് മീൻസ് 12/15 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തെറ്റിപ്പോയോ? ഇല്ല, 4/5 ആണ്. 4/5 എന്ന് പറയുമ്പോൾ എത്രയാ? 0.8 ആണ് വാല്യൂ. അതുപോലെ എല്ലാം ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. എല്ലാ ക്വസ്റ്റിനും എല്ലാ ഓപ്ഷനും സിംപ്ലിഫൈ ചെയ്തിട്ട് അതിനൊന്ന് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് ചെയ്തേ. തന്നെ ചെയ്യാൻ പറ്റും നോക്കിയേ. ചെയ്യാൻ പറ്റുമോ നോക്കി പെട്ടെന്ന് ചെയ്തേ. ഇച്ചിരി സമയം എടുക്കും, എന്തായാലും ചെയ്ത കുഴപ്പമില്ല. ഞാൻ വെയിറ്റ് ചെയ്യാം. കാരണം നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് എന്താ തെറ്റെന്ന് മനസ്സിലാവും. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. അവരോഹണം ഡിസെൻഡിങ്, ആരോഹണം അസെൻഡിങ്. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് സാറെ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ കേൾക്കാവോ? ഹലോ, പറഞ്ഞ കേൾക്കുന്നില്ലായിരുന്നു അല്ലേ? കുഴപ്പമില്ല, ഓക്കെ. ഒന്നുകൂടെ പറയാം. ഈ പറഞ്ഞ മനസ്സിലായില്ലേ? 12/21.5714 മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്യാണ്. 12/21 നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 4/7 എന്ന് കിട്ടും. സോറി, 3/7 എന്ന് കിട്ടും. അല്ല, 4/7 എന്ന് കിട്ടും. അടുത്തത് 12/28 സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. 12/28 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ 12/28 ആണ്. 28 സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 6/14 എന്ന് കിട്ടും. 6/14 അഗൈൻ 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 3/7 എന്ന് കിട്ടും. 3/7. 12/28 എഴുതുമ്പോൾ 3/7 വാല്യൂ ഏതാണ്? 3/7 വാല്യൂ 42 പോയിന്റ് അല്ലെങ്കിൽ 428571 പോയിന്റ്. അത്ര എഴുതിയാലും കുഴപ്പമില്ല. 2 പോയിന്റ് നമുക്ക് കിട്ടിയാൽ മതി. ജസ്റ്റ് ഒന്ന് എഴുതി പോകുമ്പോൾ പഠിക്കാൻ വേണ്ടി എഴുതി പോകുന്നുള്ളൂ. നമുക്ക് പരീക്ഷയ്ക്ക് 2 പോയിന്റ് കിട്ടിയാൽ മതി.
0.42 കിട്ടിയാൽ വേറെ ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല. അടുത്തത് എന്താണ്? 12/17. 12/17 നമുക്ക് അറിയത്തില്ല, ശരിയല്ലേ? നമുക്കറിയാവോ? ഇത് നമുക്ക് അറിയത്തില്ല, ഇതിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. അറിയത്തില്ലാത്ത വാല്യൂ കാണുവാണെങ്കിൽ അന്തേനെ ഡിവൈഡ് ചെയ്തേക്കാം. 12/70 അങ്ങ് ഡിവൈഡ് ചെയ്തേക്കാം, വേറെ ഓപ്ഷൻ ഇല്ല അവിടെ. അപ്പം 120 കിട്ടും. പോയിന്റ് ഇടുക, ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്തേ, എത്ര കിട്ടും? ഓക്കെ, 7 വരും. 7 എന്ന് പറയുമ്പോൾ 119 വരും. പിന്നെ റിമൈൻഡർ 1 വരും. ഇത്രയും മതി, ഏകദേശം നമുക്ക് കിട്ടിയാൽ മതി, ഫുള്ള് കിട്ടുമൊന്നും വേണ്ട. അപ്പൊ 12/17 എന്ന് പറയുമ്പോൾ 0.7 കിട്ടും. നമുക്ക് ഒന്ന് നോക്കണം, ഇവിടെ 7ന്റെ എന്തെങ്കിലും ടേം ഉണ്ടെങ്കിൽ നമ്മൾ 2 ടേം കൂടെ കണ്ടുപിടിക്കണം. കാരണം അത് കമ്പാരിസൺ വരും. ഇവിടെ 7ന്റെ ഒരു ടേമും ഇല്ല. ഒന്ന് ആദ്യത്തെ 0.8 ആണ്, 0.5 ആണ്, 0.4 ആണ്, 0.7. അപ്പൊ കിട്ടിയാൽ മതി, വേറെ ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? 7ന്റെ വേറെ ടൈം ഒന്നുമില്ല, അതുകൊണ്ട് 0.7 വെച്ച് വേറെ നമ്പർ ഒന്നുമില്ല. അപ്പൊ ഇത്രയും ചെയ്താൽ മതി. ഇനി ഇതിനെ നമുക്ക് വലുതിൽ നിന്ന് ചെറുതിലേക്ക് മാറ്റി എഴുതാം. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? ഏറ്റവും വലിയ നമ്പർ ഏതാ? ഇതല്ലേ? ഇപ്പൊ 12/15 ആദ്യം നമ്മൾ എടുത്തെഴുതി. അടുത്ത നമ്പർ ഏതാ? 0.7. 12/17 എടുത്തെഴുതി. അടുത്ത ഏതാ? ഓക്കെ, ഇത് മണ്ടത്തരം നമ്മൾ കാണിക്കുന്ന, ഒന്നുകൂടെ പറയാൻ കുഴപ്പമില്ല. അടുത്ത ഏതാണ്? 12/21. അടുത്ത ഏതാണ്? 12/28. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ. ഇത് വേറെ ഇതിൽ രീതി ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഇത് ചെയ്യേണ്ട മെത്തേഡ്? നിങ്ങൾ ആരും പറഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി പണിയാക്കട്ടെ എന്ന് ഞാൻ ചെയ്തിട്ടാണ്. ഇത് ഏത് മെത്തേഡാ? ഇവിടെ നോക്കി, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇതിന്? ന്യൂമറേറ്റർ എല്ലാം സെയിം ആണ്. എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞിരുന്ന? ന്യൂമറേറ്റർ എല്ലാം സെയിം ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഏറ്റവും ചെറുതായിരിക്കും ഏറ്റവും വലുത് നമ്മൾ പറഞ്ഞില്ലേ? പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നോക്കിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് പറഞ്ഞത്? ഓക്കെ, ന്യൂമറേറ്റർ എല്ലാം സെയിം ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഏറ്റവും ചെറുതായിരിക്കും ഏറ്റവും വലുത് നമ്മൾ പറഞ്ഞില്ലേ? അതേ സെയിം ക്വസ്റ്റ്യൻ ആണ് ഇത്. ന്യൂമറേറ്റർ എല്ലാം വലുതാണ്, അപ്പൊ ഡിനോമിനേറ്ററിൽ ഏറ്റവും ചെറുത് ഏതാ? 15, 17, 21, 28. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വെറുതെ ഞാൻ ചെയ്തെന്നുള്ളൂ. അല്ലാത്ത കേസ് പല സംഖ്യയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അല്ലാത്ത പക്ഷം നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, 1 മിനിറ്റ് പോലും വേണ്ടത് ചെയ്യാൻ. പക്ഷെ ഇങ്ങനെ ചെയ്ത് വരുവാണെങ്കിൽ സമയം എടുക്കും. ഈ ഡെസിമൽസ് എല്ലാം അറിയുവാണെങ്കിൽ ഇത്രയും സമയം വേണ്ട. അതേസമയം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കണ സമയം എടുക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇതല്ല. ഇവിടെ ചെയ്യേണ്ട മെത്തേഡ് ന്യൂമറേറ്റേഴ്സ് എല്ലാം ഒരുപോലെയാണ്. നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് അത് കമ്പയർ ചെയ്യുക മാത്രം ചെയ്താൽ മതി. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ ഒരു മെത്തേഡ്, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം, ഒരു എളുപ്പമാർഗം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ന്യൂമറേറ്റേഴ്സ് എല്ലാം സെയിം ആണ്. നമ്മൾ കാണുമ്പോഴേ അത് ഓർത്തോണം, അല്ല നമ്മളിപ്പോൾ ചെയ്ത പോലെ ചെയ്ത് പോയേക്കരുത്. ഒന്നേ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടും, എന്നാൽ പോലും നമ്മുടെ സമയം പോകും. ന്യൂമറേറ്റേഴ്സ് മാത്രം നമ്മളിവിടെ ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ന്യൂമറേറ്റേഴ്സ് എല്ലാം 12 ആണ്. അപ്പൊ നമുക്കറിയാം ന്യൂമറേറ്റേഴ്സ് എല്ലാം ഒരുപോലെയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും ഏറ്റവും വലിയ വാല്യൂ. അതനുസരിച്ച് ചുമ്മാ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഇനി ന്യൂമറേറ്റേഴ്സ് എല്ലാം ഒരുപോലെ അല്ല, ഇതുപോലെയാണ് വരുന്നതെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, ഇങ്ങനെ ചെയ്തു നോക്കണം. നമ്മൾ മുമ്പേ ചെയ്തു നോക്കണം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു 10 ക്വസ്റ്റ്യൻസ് ഇന്ന് ഗ്രൂപ്പ് ഇപ്പം തന്നെ ഇട്ടേക്കാം. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. സമയം കിട്ടുന്ന പോലെ ചെയ്ത് നോക്കണം. 10 ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ചെയ്ത് നോക്കിയിട്ട് ആൻസറും കൂടെ ഞാൻ ഇടാം. ആൻസർ ഒന്ന് കമ്പയർ ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെ ആൻസർ ഓപ്ഷൻ ആയി മാറിപ്പോയാൽ ഞാൻ ഇപ്പോൾ ചെയ്തപ്പോൾ മനസ്സിലായത് കുഴപ്പമില്ല. എന്നാലും ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഇപ്പം തന്നെ ആ ക്വസ്റ്റ്യൻസ് ഇട്ടേക്കാം. ഓക്കെ അല്ലേ? എല്ലാവരും ഈ ഫ്രാക്ഷൻ്റെ ടേബിൾ ഒന്ന് പഠിക്കണം, അത്യാവശ്യമാണ്.